ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്നത്തെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴേ ഈ ഒരു ജോലി നമ്മളിപ്പോ പറയാൻ പോകുന്നത് 2 ലക്ഷം വരെ 2.5 ലക്ഷം വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ജോലികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ why ask you to subscribe? Because ഡെയിലി നമ്മൾ എന്തിടുന്നുണ്ട്, അക്കാദമിക് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BCL അല്ലെ BLW അല്ലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സിൽ 374 അപ്രന്റീസിന്റെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതില് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ ITI ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 5-നാണ് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. ITI അതുപോലെ തന്നെ നോൺ ITI കാറ്റഗറീസും ഉണ്ട്. 10th പാസ്സായവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നോൺ ITI കാറ്റഗറീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഏതൊക്കെയാണ് വേക്കൻസി ഉള്ള ട്രേഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റർ, കാർപ്പന്റർ, പെയിന്റർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയിട്ടുള്ള തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സിൽ അപ്രന്റീസ് അവസരം വന്നിരിക്കുകയാണ്. ITI നോൺ ITI വിഭാഗങ്ങളിലായിട്ട് 374 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 5 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുള്ള ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റർ, കാർപ്പന്റർ, പെയിന്റർ, മെഷീനിസ്റ്റ്, വെൽഡർ ആൻഡ് ഇലക്ട്രീഷ്യൻ എന്നുള്ള വിഭാഗങ്ങളിലാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. ഇതിൽ ക്വാളിഫിക്കേഷൻ നോൺ ITI ആണെങ്കിൽ 10ാം ക്ലാസ് മതി. എന്നാൽ 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ITI വിഭാഗമാണെങ്കിൽ 50% മാർക്കോടെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI വേണമെന്നാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. പ്രായം, ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ ITI ആണെങ്കിൽ 10th 50% മാർക്ക് വേണം. ഇനി ITI ആണെങ്കിൽ 10th class pass equivalent with 50% mark, ITI pass in relevant trade. ഏതിലാണോ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രേഡ് ഏതിലാണോ അതിൽ ITI വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50% മാർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണ്, candidates must have qualified before July 5, 2025. അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവര് ഉദ്യോഗാർത്ഥികൾ 2025 ജൂലൈ 5-ന് മുൻപ് യോഗ്യത നേടിയവരായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് നോൺ ITI കാറ്റഗറീസ് ആണെങ്കിൽ 15 to 22 ആണ്. ITI കാറ്റഗറീസിൽ 15 to 24 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ സെലക്ഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിൽ തെരഞ്ഞെടുപ്പ്. ഫീസ് 100 രൂപയാണ്. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖേന ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികവിഭാഗം, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.blw.indianrailways.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സിന്റെ അപ്രന്റീസ് അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എത്ര വാക്കൻസീസ് ആണ്? 374 വാക്കൻസീസ് ആണ്. ഓഗസ്റ്റ് 5 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത് ഫിറ്റർ, കാർപ്പന്റർ, പെയിന്റർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രീഷ്യൻ വിഭാഗങ്ങളിലാണ് വാക്കൻസീസ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നോൺ ITI 10th ക്ലാസ് പാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ITI ആണ്, നോൺ ITI ആണെങ്കിൽ എന്താണ്, 10ാം ക്ലാസ്സിൽ 50% മാർക്ക് മാത്രമാണ് പറയുന്നുള്ളൂ. ഇനി ITI ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ 50% മാർക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI ജയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായം 15 to 22 നോൺ ITI ആണെങ്കിൽ. ITI ആണെങ്കിൽ 15 to 24 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീസ് 100 രൂപയാണ്. അതുപോലെ തന്നെ പട്ടികവിഭാഗം, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.blw.indianrailways.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇനി അടുത്തത് HPCL രാജസ്ഥാൻ റിഫൈനറി. അതായത് HPCL രാജസ്ഥാൻ റിഫൈനറിയിൽ 131 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് HRRL has 131 vacancies for various posts. അത് ഏതൊക്കെ പോസ്റ്റ്? യു കൻ അപ്ലൈ ഓൺലൈൻ ടിൽ ഓഗസ്റ്റ് 10.
ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി കട്ട് ഓഫ്, സാലറി സ്കെയിൽ ആണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ടിങ് ഫീച്ചർ എന്ന് പറയുന്നത്. 30,000 ആണ് സ്റ്റാർട്ടിങ്, 2,20,000 വരെ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, ഇപ്പൊ 131 വാക്കൻസീസ് ആണ് ഇതിൽ ഉള്ളത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ HR വിവിധ തസ്തികകളിലായിട്ട് 131 വാക്കൻസീസ് ആണ് ഉള്ളത്. സാലറി സ്കെയിൽ 30,000 ആണ് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.hrrl.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഏതൊക്കെ പോസ്റ്റിലാണ് വാക്കൻസീസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കാരണം ഒരുപാട് വാക്കൻസീസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അസിസ്റ്റന്റ് ഓഫീസർ HR, assistant officer welfare, medical officer, senior officer HR, senior manager HR, assistant accounts officer, senior officer finance, company secretary, senior manager finance, officer legal, engineer chemical, അതുപോലെ തന്നെ senior engineer process, senior manager process safety and environment, senior manager quality control, assistant manager mechanical, engineer mechanical, senior engineer mechanical, senior manager in mechanical, electrical instrumentation, fire and safety, civil, assistant engineer electrical instrumentation, engineer instrumentation, junior executive fire and safety തുടങ്ങി ഒരുപാട് വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എത്രയാണ്? 131 വാക്കൻസീസ് ആണ് അവരവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏതിലാണ്? HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ HRRL വിവിധ തസ്തികകളിലായിട്ട് 131 വാക്കൻസീസ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് തന്നെ 30,000 ഉണ്ട്, 2 ലക്ഷം വരെയാണ് ലിമിറ്റഡ് വന്നിട്ടുള്ളത് കേട്ടോ. യോഗ്യത ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. www.hrrl.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സിൽ 374 അപ്രന്റീസിന്റെ ഒഴിവ്, അതുപോലെ തന്നെ HPCL രാജസ്ഥാൻ റിഫൈനറിൽ 131 വാക്കൻസീസും ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you. Thanks for your time. Bye.